ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം പാപങ്ങൾ നീക്കിയല്ലോ. യേശുവിന്റെ രക്തം രോഗം നീക്കിയല്ലോ. നീങ്ങട്ടെ. എല്ലാ ശക്തിയുടെ പോരാട്ടങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. എത്ര പേർക്ക് യേശുവിന്റെ ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. എഴുന്നേറ്റ് ചേർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് ഹല്ലേലൂയ 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 സ്തോത്ര. ആമേൻ 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 ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ആലയത്തിനകത്ത് ഹല്ലേലൂയ 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 ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് വലിയ പ്രശ്നങ്ങളായാലും ഹല്ലേലൂയ ഹല്ലേലൂയ അത് ചാടിക്കടക്കുവാൻ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാത്തത് കർത്താവേ ഞാൻ തോറ്റുപോയി. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ രണ്ട് പർവ്വതാരോഹന്മാരെയാണ്, ടെൻസിങ്ങും ഹിലാരിയും. അവർ പലപ്പോഴും എവറസ്റ്റ് കീഴടക്കുന്ന മാത്രയിൽ പലപ്പോഴും ആ യാത്രയിൽ തൻ്റെ യാത്രമധ്യേ പലപ്പോഴും അവരുടെ ആ പർവ്വതത്തെ കീഴടക്കൽ പല വഴിക്കും ഇട്ടുപോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ആ പർവ്വതാരോഹകർ തോൽവിയിലായിരുന്നു എങ്കിലും ആ പർവ്വതത്തെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു: ഏ മഹാപർവ്വതമേ, നിനക്ക് പർവ്വതം എന്ന നിലയിൽ ഇനി ഒരിക്കലും വളരുവാൻ കഴിയില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഇനിയും വളരുവാൻ കഴിയും. അപ്രകാരം ദൈവത്തെ വിളിക്കുന്ന ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഈ ജനം ആയ നമ്മൾ പറയേണ്ടത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് വലിയ പ്രതികൂലമായാലും ഹല്ലേലൂയ യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറ, ഹല്ലേലൂയ പർവ്വതത്തെ നോക്കിയിട്ട് പറ, എന്റെ കൂടെ എന്റെ യേശുവുണ്ട്. എന്റെ പ്രതികൂലമാകുന്ന ഏത് വിഷയവും എന്നെ തകർക്കുവാൻ കഴിയില്ല. കാരണം ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ എനിക്ക് കഴിയാൻ പറ്റാത്തത് ഹല്ലേലൂയ അവനാൽ ചാടിക്കടക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. ഹല്ലേലൂയ ഇന്ന് നിന്റെ മുമ്പിൽ ഇരിക്കുന്ന രോഗമായിരിക്കാം, അതൊരു പർവ്വതമായി ഉയർന്നിരിക്കുന്നതായിരിക്കാം. എന്നാൽ ആ രോഗത്തെ നോക്കിയിട്ട് നീ പറ, എന്റെ ദൈവം അതിനെ കീഴടക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഇന്ന് മുമ്പിൽ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പിൽ ഒരു പർവ്വത സമാനമായ വിഷയം നിലനിൽക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ നോക്കിയിട്ട് പറ, നാളെ ഒരു പുതിയ വഴി എനിക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് നാളെ ഒരു പുതിയ വഴി, ഈ ആരാധന കഴിയുമ്പോൾ ഒരു പുതിയ വഴി വിശ്വസിക്കുന്നവന്റെ മേലിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്ക് പാടാൻ കഴിയും? ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം നമ്മളിലേക്ക് കഴിയേണ്ടതിന്, ആ ഹല്ലേലൂയ ആത്മാവ് നമ്മളിലേക്ക് പകരേണ്ടതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഭിഷേകം പകരണമേ, ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്നേലിറങ്ങണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്നേലിറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലഞ്ചയുള്ള നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലഞ്ചയുള്ള നീ നിറയ്ക്കണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. Hallelujah, Jesus. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേൽ തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പണ്ടു മോശമേൽ തീ പകർന്നു കൊടുത്തവനെ. മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെ ഒന്ന് വിളിക്കണമേ. മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ, ആ തീയിൽ
തീജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളിൽ പതിയണമേ, അഗ്നിനാവുകളിൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. കത്തും പോലെ ഇറങ്ങണമേ, ആസ്തിയിൽ ഒരുക്കണമേ. നിന്നിൽ ഇറങ്ങണമേ, വെള്ളം തീരുന്ന പോലെ നീ ഇറങ്ങണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. 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 ദൂരവനം തലവൈടവ ദീപലപാവന പൗഢവരാജകരാജന വൈടകരാജകരാജ ദീപല പൗഢകരാജകരാജ ദീപരാജ ദീപരാജ ദീപലബലവാരകദാരകദേ വൈടവരാജകദീകരമൗഢസന്തരദാരകദീകര വൈടകരാജകദീപല പൗഢശാല. ആത്മാവേ ദീപരാജ ദീപരാജ പകരണമേ 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 പകരണമേ. ദീപരാജ ദീപരാജ പകരണമേ പകരണമേ. ദീപല വൈടവരാജകദീകര പൗഢസന്തരദാരകദാര ദീപല പൗഢവരാജകദീകര വൈടവരാജകദീപത്തലവട്ടാലകരാജ ദീപരാജ ദീപരാജ റൂഢരാജ ദീപരാജ ദീരാജാര ദീപല പൗഢവരാജകദീപല പൗഢസന്തരരാജകദീകര വൈടകരാജകദീപരാജ ദീരാജാര ദീപരാജ റൂഢരാഭ ശാതകരാജകദീപല വൈടവനന്തരജരകല ഔഢകരാജ പകരണമേ പകരണമേ. ഐശ്വരാര ദീപരാജ ദീപരാജ ദീപല മൗഢ തലകരൗഢം തലകന്താരം നേരം വൈഡം തലകശൗഢം താരകനേരം താരകതാര ധീരാരാജ വൈഡാരാജ ധീരാരാജ ദൂരാരാജ ദീപൽകരത തലകത്തരക തലകരരാജ ദീപല മൗഢക രാജക ദീകര വൈഡകരംബര മൗഢശതകര ധാരകധാര ദീപല വൈഡ ദീപല മൗഢവ രാജക ദീകര വൗഢശതകര രാജകരാജ ദീകല വൈഡ രവലാരകത ദീവാരാജ 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 ധീരാജാജ ജാലകരാജ ദീപല മൗഢ ശന്തല രാജക ദീകര വൈഡക രംബല ബലവ ജഗദാരാജ ദീപാബാല ദീപശാര. അതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ റിബ റബശബരവലവലവ ഓ റിഗലവലവ ശന്തരാരവ. ഓ അഭിഷേകത്തിന്റെ കാറ്റ് വീശട്ടെ. ഓ റിബ റബശബരവലവ ഓ റിബ റബന്തര ഓ റിബലവ ശടവലവലവലവ. ഐക്യതയുടെ ഓ റിബാരവലവലവ ശന്തര റബത്യരവ ഐക്യദാർഢ്യത്തിന്റെ ആത്മാവ്. ഓ റിബ റബശബരവലവ ഓ റിബ റഗത്യരവ ഓ റിതര റബശന്തര അതകര കടകരവന അതകര ധാരക ധീരവന വൈരവ ശന്തരാരക ഓ റിഖര ഓ റിമന രതര രതര നിരന്തര ഓ റിക്ഷതവനവ ഓ ദുടാരകര ഓ റിവാരവ അഭിഷേകത്തിന്റെ ഓ റിവാരവ നീന്തിത്ത് കടക്കാൻ പറ്റാത്ത രീതി ഓ റിവാലവലവലവ ഓ റിവാലവ റവ ശവ റവ റവന്തര റവന്തി
ശര ഓ ദുടകരമന വൈടകരമന ദടകരമനവ ഓ അതകരകരമനവ ഓ അതാരകരമനവ ദൗടരവ ശാന്തര അഭിഷേകം അഭിഷേകം കത്തുന്ന അഭിഷേകം ഓ അതരത്തിൽ നിന്ന് പുറപ്പെടട്ടെ ഓ ആരാധിക്കുന്നവന്റെ വായിൽ നിന്ന് അഭിഷേകത്തിന്റെ ശക്തി ഓ റിബ രവ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ ഉച്ചി മുതൽ ഓ റിബ രവ ഉള്ളകാൽ വരെ വ്യാപരിക്കട്ടെ ഓ റിബ രവ ശബ രവ രവ തര രഗത്യരേ തര ഓ തര രവ ശബ അത രവ രമ തെരേ കര ദരശതേ രവ ഓ ദുഡ രതേ രവ ശതേ രവൗഡ രാധര ഓ ദലഗ രാജ രേവ ലൗഡ രശദാരക ദാലരാജ ദീഗരാജ വൈഡരാജവ ജലഗരാജ ദീഗരാജ രാജരാജര ദീവരാജ രൈജരാജ രാജരാജര ഓ റിബാരബരബരവ ഓ റിബാ രബ ശബ രബ റിഗ രമ നബ ശബ രദാരമ ഓ എത്ര പേർക്ക് ഓ റിബാ രബ ശബ രബലബലബലവ എത്ര പേർക്ക് ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഓ റിബാ രബ രബ ശബ രബലബലബലബലവ എത്ര പേർക്ക് ഹല്ലേലൂയ 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 ഓ റിബാലബലബലബലവ ഹല്ലേലൂയ 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 ഏത് വിഷയമായാലും ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ അലട്ടുന്ന ഏത് വിഷയമായാലും ഹല്ലേലൂയ ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ദൈവം ആ വിഷയത്തെ കണ്ട് ഓടിപ്പോകുന്നവനല്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നീ ആശ്രയിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ നിന്നെ വിട്ടു മാറിപ്പോയേക്കാം. നീ സഹായം ചോദിക്കുന്നവർ ചിലപ്പോൾ നിന്നെ കണ്ടിട്ട് മാറിപ്പോയേക്കാം. എന്നാൽ നീ ഹൃദയത്തെ തുറന്ന് കർത്താവേ എന്ന് വിളിച്ചാൽ നിന്നെ ഉപേക്ഷിക്കാത്ത ബഹുദൂര ദൈവമാണ്. നമുക്കറിയാവുന്നതാണ് മർക്കോസിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഹല്ലേലൂയ അതിലൊരു ശതാധിപൻ ഹല്ലേലൂയ ഹൃദയത്തെ നുറുങ്ങിക്കൊണ്ട് തന്റെ മകൻ ധീരമായി കിടക്കുകയാണ്. തന്റെ മകൻ മരിച്ചു പോകും. എന്നാ ആ കവർണഭൂമിൽ നിന്ന് മൈലുകൾ താണ്ടി നടന്നു ചെന്ന് യേശുവിനെ കണ്ടിട്ട് ആ ശതാധിപൻ ഇപ്രകാരം യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് കടന്നുപോയില്ല. പക്ഷേ അദ്ദേഹം കർത്താവിൽ വിശ്വസിച്ചു. കർത്താവ് അപ്പോൾ ആ ശതാധിപനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, യുവർ സൺ ഈസ് ലീവ്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിന്റെ വേദനയെ മാറ്റി, അവന്റെ ഹൃദയത്തെ ആകുലതകളെ മാറ്റി. വളരെ ട്രബിൾഡ് ആയിട്ട് വന്ന ആ വ്യക്തി പിന്നെ തിരിച്ചു പോയത് ട്രസ്റ്റഡ് ആയിട്ടാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്താരെങ്കിലും ട്രബിളായി വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തെ പല വേദനകളും ഹല്ലേലൂയ അലട്ടിയിട്ട്, ഓ ഇതിൽ നിന്ന് മാറ്റമില്ല, ഇതിൽ നിന്ന് കരകയറാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ഇന്ന് ആരാധന കഴിയുമ്പോൾ ട്രസ്റ്റഡ് ആയിട്ട് പോകുന്ന പകൽക്കാലമാണ്. ഓ ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അവൻ അടയാളങ്ങൾ ചെയ്യുന്നവനാണ്. അവനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഹൃദയത്തെ തൊട്ട് പറ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സ്തുതിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് യേശു എനിക്ക് വലിയവ ചെയ്യുവാൻ പോവുകയാണ്. യേശു എനിക്കിന്ന് വലിയത് ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുതിച്ചു പാടിടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. തുതിച്ചു പാടിടും മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. ചേർന്ന് പാടാം. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അത്ഭുതങ്ങൾ ചെയ്യും പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. വലിയവൻ, വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോലെ ആരുമില്ല. ഓ റിബലബലബലബലബാ. ഓ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഓ റിബാരബലബലബലബലബാ. ഓ റിബലബലബലബലബാ. ഓ റിബാരബലബലബലബാ. ഓ യേശു വലിയവനാണ്. ഓ റിബാരബലബ അതരം തുറന്ന് പറ, യേശു വലിയവനാണ്. ഓ റിബലബലബലബ അതരം തുറന്ന് പറ. സഹോദരിമാരെ സഹോദരന്മാരെ അതരം തുറന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. നിന്റെ വിഷയങ്ങളെ നോക്കി പറ. ഹല്ലേലൂയ, നിന്റെ കടഭാരങ്ങളെ നോക്കി പറ. ഹല്ലേലൂയ, നിന്റെ രോഗത്തെ നോക്കി പറ. നിന്റെ ഭാവിയെ നോക്കി പറ. യേശു വലിയവൻ.
നീ കടന്നു പോകുന്ന വിഷയത്തെ നോക്കി പറ, യേശു വലിയവൻ. ഓ, ഹല്ലേലൂയ. വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല. ഹൃദയഭാരത്തോടെ പറ, നിന്റെ ഹൃദയത്തെ നുറുക്കിയ അവസ്ഥ യേശുവിനോട് പറ. ഓ റിവാര വര വര വ. നീ കടന്നു പോകുന്ന വിഷയം പൂരിച്ചായിരിക്കാം. ഓ റിവാര വര 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 വര. ഓ ആകാശം കടന്നു വരുന്ന സ്ഥലമായിരിക്കാം, ശബ്ദങ്ങൾ കടന്നു വരുന്ന സ്ഥലമായിരിക്കാം. പക്ഷെ എന്റെ യേശുവിന് അവിടെ കടന്നു വരുവാൻ കഴിയും. പറ, യേശു വലിയവൻ. എന്ന് പറഞ്ഞെടുത്ത് എന്റെ യേശു വലിയവനായി വലിയവനായി വലിയവനായി. രോഗം എന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയത് എന്റെ യേശു വലിയവനായതുകൊണ്ടാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഓ യേശു വലിയവൻ. ഓ യേശു വലിയവൻ. ഓ റിബല ബല ബല ബ. അല്പനേരം സ്തുതിച്ചാട്ടെ, യേശു വലിയവൻ. ഓ റിബ റബ 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 റബ. ഓ റിബ റബ ശബ റബ തരാ റബ റബ. ഓ റിബല ബല 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 ബ. ജുടന ബല ബല ബ. ഓ റിബ ബ ബ ബ. യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നവൻ. ഓ റിബ റബ 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 റബ. ഓ റിബല റബല റബല റിബൽകന. ഓ റിബല ബല ബല ബ. ഓ റിബ റബൽകദന റബശന്ദര. വലിയവ 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 വലിയവ. യേശു എന്റെ വലിയവനാണ്. യേശു ആരെക്കാളും വലിയവനാണ്. എന്റെ യേശു ആരെക്കാളും ഉന്നതനാണ്. എന്റെ യേശു ആരെക്കാളും സുന്ദരനാണ്. എന്റെ യേശു ആരെക്കാളും ഹല്ലേലൂയ വളരെ ശക്തിയുള്ളവനാണ്. അതരം തുറന്ന് പറ. നമ്മൾ ആരാധിക്കുന്ന ദൈവം നിസ്സാരക്കാരനല്ല. ഈ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ ഒരു വാക്ക് മതി വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, വലിയ അടയാളങ്ങളെ ചെയ്യുവാൻ. ഇനി നമ്മുടെ മുമ്പിൽ വലിയ ശുശ്രൂഷകളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, സങ്കീർത്തന പ്രബോധനങ്ങളുണ്ട്, സ്വതന്ത്രക്കാഴ്ചയുണ്ട്. ദൈവദാസനോടുകൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സങ്കീർത്തന പ്രബോധനങ്ങളും ദൈവസഭയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ജനത്തിന് വേണ്ടി വിടുതൽ നൽകുന്ന വചന ശുശ്രൂഷയും ദൈവദാസന്റെ അതരത്തിനോടുകൂടെ കേൾക്കുവാൻ തക്കവണ്ണം സകല ശുശ്രൂഷയിലും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം ഈ ആരാധനയിലുടനീളം വ്യാപരിച്ച ശക്തി, അത്യുന്നതന്റെ ശക്തി ഇനിയുള്ള ശുശ്രൂഷയിലും വഹിക്കേണ്ടതിന് പ്രിയ പപ്പ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ മനോഹരമായ പകൽ കർത്തൃ സന്നിധിയിൽ അടിയങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ സന്ദർഭത്തിന് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചയുടെ ആരംഭം മുതൽ ഈ ആഴ്ചയുടെ പ്രാരംഭ ദിനം വരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മറച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ,
അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. അടിയങ്ങളെ ശക്തീകരിക്കണമേ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം സംസാരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതെ ശാരീരിക അസ്വസ്ഥകളാലും ക്ഷീണങ്ങളാലും അത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരോട് ഈ പകൽക്കാലം സംസാരിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനേക നന്മകളെ കർത്താവെ പറയുവാൻ ഈ പകൽക്കാലം അടിയങ്ങളെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളുടെ സഹായമാണ്, നീ ഞങ്ങളുടെ ബലമാണ്, നീ ഞങ്ങളുടെ ഗോപുരമാണ്, കൊമ്പാണ്, അഭയമാണെന്ന് പറയാൻ എൻ്റെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാവരെയും കരങ്ങളിൽ വെക്കുന്നു. ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ കർത്താവിൻ്റെ കൈകളിൽ സമർപ്പിക്കുകയാണ്. മനോഹരമായ പാട്ടുകളിലൂടെ തുടർന്ന് നല്ല സങ്കീർത്തനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുകയാണ്. തിരുമേനി ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനത്തിന് മുമ്പ് ഒരു വിഷയം നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഡൈനി ചേട്ടൻ്റെ വിഷയം ഇന്നലെ ഗ്രൂപ്പിൽ ആമേൻ ഇട്ടിരുന്നു. കഴിഞ്ഞ രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏകദേശം 2 മണി വരെ ഞാനും ആമേൻ പ്രിയ ബാബു പാസ്റ്ററുമൊക്കെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആമേൻ. അതിനുശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു പോകുന്നത്. പ്രിയ ഫ്രാൻസിസ് ചേട്ടൻ ഹോസ്പിറ്റലിലുണ്ട്. ആമേൻ. അപ്പോൾ ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് ഓപ്പറേഷന് കയറ്റി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കരുത്. വലിയൊരു ദൈവപ്രവൃത്തി അഭിഷിക്തന്റെ മേൽ പകരാൻ എല്ലാവരും ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ആത്മാർത്ഥതയോടെ നമ്മുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഓപ്പറേഷൻ തിയേറ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, എല്ലാ എക്യുപ്മെൻറ്റ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, നേഴ്സസിനായി പ്രാർത്ഥിക്കാം, അറ്റൻഡേഴ്സിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഓപ്പറേഷൻ ഒരു സക്സസ് ആയി തൻ്റെ ദാസൻ പുറത്തു വരേണ്ടതിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് പകൽ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പകൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദൂതനെ അയച്ചവനായ ദൈവം ഇന്ന് പകൽ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് ഈ പകൽ ഹല്ലേലൂയ സർവശക്തനായി സകലത്തിന്റെ മേലും അധികാരമുള്ളവനായി തന്റെ ദാസന്റെ മേൽ ഇന്ന് പകൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പ്രിയ ഡാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് ഞങ്ങൾ കേൾക്കുന്നു, അറിയുന്നു. ഈ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തൻ്റെ അഭിഷിക്തനെ ദൈവം സൗഖ്യമാക്കണമേ. കർത്താവെ, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകരുത്. ആമേൻ കർത്താവെ, ഡോക്ടേഴ്സിന് അതിനാവശ്യമായ ബുദ്ധി, ആമേൻ കർത്താവെ, തൻ്റെ മകനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ആമേൻ ദൈവത്തിൻ്റെ കൃപ തൻ്റെ മകൻ്റെ മേൽ പകരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉപകരണങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വിടുതൽ അവിടെ സംഭവിക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അത്ഭുത വിടുതലയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും 16-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 16 നമുക്ക് വായിക്കാം. 16-ാമത്തെ സങ്കീർത്തനമാണ് നമ്മളിന്ന് പകൽക്കാലം വായിക്കുന്നത്. ആമേൻ. നമ്മളെല്ലാവരും ബൈബിൾ തുറക്കുക. എത്ര ഉച്ചത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ അത്ര ഉച്ചത്തിൽ വാക്യങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഒരു അനുഗ്രഹമാണ്. ആമേൻ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു.
എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. മനോഹരമായ സങ്കീർത്തനത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. 16-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. സാംസ് നമ്പർ 16. ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ആമേൻ, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇതിങ്ങനെ എഴുതാൻ യോഗ്യനായ ഒരൊറ്റ മനുഷ്യനെ ബൈബിളിലുള്ളൂ. അതാരാണ്? ദാവീദാണ്. സങ്കീർത്തനങ്ങളുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു. ആമേൻ. അതിൻ്റെ 2-ാമത്തെ വാക്യം അല്ലേ യഹോവയോട് പറഞ്ഞത്? നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അപ്പൊ ദാവീദ് പറയുകയാണ്, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ എല്ലാ നന്മയുടെയും സോഴ്സ് ആരാണ്? ദൈവമാണ്. ആമേൻ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനോട് കൂടെ എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനായിരുന്നു ആര്? ദാവീദ്. എന്ന് പാടുന്ന മനുഷ്യനായിരുന്നു ആര്? ദാവീദ്. ആമേൻ. ദാവീദ് പറയാ, യഹോവേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തെ കരുതുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ കരുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ നടത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. 23-ാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ ദാവീദ് പാടി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ ഒരു ദിവസമല്ല, പിന്നെ എന്താണ്? ഹല്ലേലൂയ. ആയുഷ്കാലമൊക്കെയും എന്നെ എന്ത് ചെയ്യും? പിന്തുടരും. സോ ഇന്ന് നമുക്ക് യൂത്ത് മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് സങ്കീർത്തനത്തിൽ നിന്ന് നമ്മളധികം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഇന്ന് ഒത്തിരി വിഷയങ്ങളുണ്ട്. ആമേൻ. നമ്മുടെ ഒരു ഭൂരിഭാഗം പേർക്കൊന്ന് എത്താൻ പറ്റിയിട്ടില്ല. കാരണം കൊച്ചിയിലുള്ള പനി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സീരിയസ് ആണ്. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും പനിയാലൊക്കെ എന്ത് ചെയ്യുകയാണ്? ഭാരപ്പെടുകയാണ്. ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പനിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകട്ടോ. അവിടെ പേരുകൾ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങളെ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ചെയ്തെടുക്കുമെന്നുള്ള ഉറപ്പോടെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ഷാജി ബ്രദർ ആമേൻ ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അമ്മ, ഞങ്ങളുടെ അമ്മ അല്പം നല്ല പനിയാലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഭാരപ്പെട്ടു. എന്നാൽ കർത്താവ് അത്ഭുതകരമായ ഒരു വിടുതൽ കഴിഞ്ഞ ദിവസം കൊടുത്തു. ആമേൻ. ഇന്ന് ആരാധനയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം വളരെ ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്ക് സണിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അലോന പനിയാൽ ഭാരപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രിയൊക്കെ 102 ഒക്കെ പനിയുണ്ടായിരുന്നു. പക്ഷേ ദൈവം എത്രത്തോളം ആമേൻ ഒരു ആശ്വാസം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എയ്നോന് വേണ്ടി പ്രാർത്ഥിക്കാം. 2 പേർക്ക് നല്ല പനിയാൽ ഭാരപ്പെടുന്നു. കർത്താവ് അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ ആമേൻ നൽകാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആമേൻ പെലൈസയ്ക്ക് എങ്ങനെ ഉണ്ട്? അതോ കോൾഡോ? ആമേൻ. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പിള്ളേരൊക്കെ തന്നെ പനിയാലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരപ്പെടുകയാണ്. കർത്താവ് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം ആ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ എന്ത് ചെയ്യട്ടെ? നൽകട്ടെ. ആമേൻ. ഹൃദയക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോൾഡിനാലും മൂക്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിനാലൊക്കെ ഭാരപ്പെടുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് എന്ത് കൊടുക്കട്ടെ? ഒരു വിടുതൽ ദൈവം നൽകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും ആര് സൗഖ്യമാക്കണം? കർത്താവ് സൗഖ്യമാക്കണം. ഡാനിച്ചേട്ടന് വേണ്ടി നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു, അത് നമ്മൾ ഇപ്പം പ്രാർത്ഥിക്കുന്നില്ല. സോ ഈ രോഗികളായി ഭാരപ്പെടുന്നവർക്കെല്ലാം കർത്താവ് ആമേൻ വലിയൊരു വിടുതൽ നൽകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ നമ്മുടെ ടിൻറ്റുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. ടിൻറ്റുവിന് ഒരു ബാങ്കിൻ്റെ എക്സാം ഉണ്ട്. ആ എക്സാം എഴുതാൻ വേണ്ടി ആലുവയിൽ കടന്നു പോയിരിക്കുന്നു. 9:30 to 12 o'clock ആണ് എക്സാം നടക്കുന്നത്. ദൈവം അതിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാനായി നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ജോൺ പോൾ അങ്കിളും ആൻറ്റിയും ഇന്ന് അരക്കുന്നത്ത് മിനിസ്ട്രിക്കായിട്ട് കടന്നു പോയിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വിജയൻ ചേട്ടന് വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം യൂറിൻ പോകാനുള്ള ആ ട്യൂബ് അത് എടുക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പിന്നെ റെന്നി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ആ ട്യൂബ് റിമൂവ് ചെയ്യാനിടയായി തീർന്നത്. അമ്മ അതുപോലെ തന്നെ നല്ല ആരോഗ്യം ബലവും ശക്തിയെല്ലാം ദൈവം കൊടുക്കേണ്ടതിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് വാ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നമ്മൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് ദൈവശക്തി ഇന്ന് പകൽ എന്ത് ചെയ്യണം? ഇറങ്ങണം. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ ആമേൻ ടെന്ന സിസ്റ്റർക്ക് ദൈവം കൊടുത്ത വിടുതലിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ജോൺ പോൾ അങ്കിളിന് കൊടുത്ത വിടുതലിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ന്യൂ ആൻറ്റിയുടെ മോള് രോഷ്നി ഇന്ന് രാത്രി വീണ്ടും ജർമ്മനിയിലേക്ക് കടന്നു പോവുകയാണ്. കഴിഞ്ഞ രാത്രിയൊക്കെ കർത്താവിൻ്റെ ദാസി നമ്മുടെ മീറ്റിങ്ങിൽ സാക്ഷ്യം പറഞ്ഞു. ഏകദേശം ഒരു മാസത്തോളം ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് വരാനിടയായി. അവർക്ക് വർഷത്തിലൊരിക്കൽ മാത്രമാണ് കടന്നു വരുന്നത്. എന്നാൽ ആ യാത്രകളിലെല്ലാം ദൈവം കൂടെ ഇരുന്നു. വലിയ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തു. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. ഇന്ന് രാത്രി അവർ വീട്ടിൽ നിന്ന് പോകും. ആമേൻ. ദൈവം അവരുടെ യാത്രയെ ഓർത്തുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ടോണിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ടോണിയുടെ വിസയുടെ കാലാവധി തീരാൻ പോവുകയാണ്. പക്ഷേ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ജോമിഷിയുടെ ട്രാൻസ്ഫർ നമ്മൾ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ചില വിഷയങ്ങൾ നമുക്കറിയത്തില്ല, ചില വിഷയങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നില്ല എന്നോർത്ത് ആരും ഭാരപ്പെടേണ്ട. കർത്താവിന് എല്ലാത്തിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു പദ്ധതിയുണ്ട്. എല്ലാവരും ജോമിഷിയുടെ ട്രാൻസ്ഫറിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ നമുക്ക് ജയമെടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ മറ്റ് എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്ന ചിലരൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും ഓർത്ത് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി ആമേൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കാൻ വേണ്ടി എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചാട്ടെ. എല്ലാവരും ഒന്ന് വാതുറന്ന് പ്രാർത്ഥിച്ച് ആ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ നമ്മുടെ മേൽ നടക്കേണ്ടതിന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രിയ ഷാജി ബ്രദർ പ്രാർത്ഥിക്കും. ആ സമയത്ത് എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ ആമേൻ ആ വിഷയങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കർത്താവേ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടികൾ കൊടുക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ജീസസ്. കർത്താവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സഞ്ജങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ വലിയ കൃപയോട് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതൽ മകളുടെ മേലോട് സംഭവിക്കുമാറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുമായിട്ട് കർത്താവോട് നിലപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, അല്ലെങ്കിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സണ്ണിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മക്കളും പനിയാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ, അവരെയും ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കൃപ കൊണ്ട് നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. വലിയൊരു ബലത്തെ അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അതിശരമായിട്ട് പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നോക്കണം, ഇടയായി തീരുമാറാകണം. ജോർമ്മളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി മറ്റ് ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ കഴിയുന്ന വിധത്തിൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ഭവനത്തിലുള്ളതായിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പനിയാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് മക്കളെയും പൂർണ്ണമായിട്ട് വിടുവിക്കണമേ. കർത്താവിൻ്റെ വലുതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അവിടുന്ന് പകരുമാറാണമേ. വിജയനെ കർത്താവ് പ്രത്യേകമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കരം മനമേലോട് നീട്ടുമാറാണ്. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അവന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിശയങ്ങളെ അവിടുന്ന് ചെയ്യുമാറാണമേ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിലെ ദൈവത്തിൻ്റെ അതിശയമായിട്ടുള്ള കൃപ മനമേൽ പകർന്നു നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ജോമിഷയുടെ ട്രാൻസ്ഫറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവെ, അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടതായിട്ടിരിക്കുന്നല്ലോ കർത്താവെ. അവിടുന്ന് കരം പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ അതിശയമായിട്ട് പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുമാറാണ്. ദൈവനാമത്തെ മുഖത്തൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സഭയിൽ നയിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലതുമായ രോഗത്തിൻ്റെ കെട്ടുകൾ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ടിന്നുവിൻ്റെ കർത്താവെ സ്തോത്രം എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകത്തിൻ പേരോടൊന്ന് ശക്തമായി ഇടപെടണമേ. വലിയൊരു കൃപ ഓടുന്നു നമ്മൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അതിശയമായിട്ടുള്ള കരം പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. പിന്നെ നമുക്ക് 2-3 വിഷയങ്ങളോടെ പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് ഏട്ടന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ചില ദിവസങ്ങളായി ഫ്രാൻസിസ് ഏട്ടൻ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഉറങ്ങാനും പോലും കഴിയാത്ത പോലെ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റോ മരിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ ഡാൻചേട്ടനുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിലാണ്. ആമേൻ. തന്നും ശരീരത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ തനിക്കുണ്ട്. എങ്കിലും ദൈവം ഒരു ആശ്വാസം തൻ്റെ മേൽ പകരാൻ ഈ പകൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങാൻ വേണ്ടി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ ആമേൻ റോണിയുടെ കുഞ്ഞ് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിനെ കർത്താവ് അല്പമായിട്ടുള്ള പനിയാൽ ഭാരപ്പെടുന്നു. ആമേൻ നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവശക്തി അവരുടെ 2 പേരുടെ മേലേക്ക് ഇന്ന് പകലിറങ്ങട്ടെ. നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി അത്ഭുതകരമായൊരു വിടുതൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഇവർ 2 പേരെ ഓർത്തുകൊണ്ടെന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഫ്രാൻസിയേട്ടന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഞങ്ങളുടെ ദാസന്റെ മേൽ ഇറങ്ങട്ടെ. ഒരത്ഭുത വിടുതൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ദാസന്റെ മേലേക്ക് കർത്താവ് പകരണമേ. ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഒരു ഭാരമോ പ്രയാസമോ ഒന്നും ഉണ്ടാകരുത്. ഉറക്കത്തിൻ്റെ കുറവുകളുണ്ട് കർത്താവ്, എങ്കിലും തൻ്റെ മകനെ ശക്തീകരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഓടി ചെയ്ത് അധ്വാനിക്കുന്ന ഒന്നും കർത്താവെ അമ്മ മറന്നു കളയുന്നൊരു ദൈവത്തെ അല്ലല്ലോ ഞങ്ങൾ സേവിക്കുന്നത്. ദൈവം തൻ്റെ ദാസനെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ. നിമ്മിയുടെ കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിമ്മയും കുഞ്ഞുമായിരിക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ആ പനിയുടെ അസ്വസ്ഥതകൾ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങിച്ചെന്നൊരത്ഭുതം ചെയ്യണമേ. ഈ പകൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്തെന്ന് പറയാനിടയാകണം. ദൈവകരം കൂടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ മറ്റു രോഗികളായി ഭാരപ്പെടുന്നവർക്കെല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുവാൻ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തങ്ങയുടെ കരത്തിൻ്റെ ശക്തി ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകല് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആമേൻ. നമ്മളിൽ ഞാൻ പറഞ്ഞു ഒത്തിരിയും പേർക്ക് ആരാധനയ്ക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങൾ അസുഖമുള്ളപ്പോൾ വീട്ടിൽ മാതാവിനോ പിതാവിനോ ആർക്കെങ്കിലുമൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ദൈവം എല്ലാവരെയും നടത്തുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷകരമായ അനുഭവമാണ്. ഈ ഒരാഴ്ചയിൽ കർത്താവ് നമുക്ക് എല്ലാവർക്കും ശ്രേഷ്ഠമായി നമ്മളെ നടത്തി. ഇന്ന് പകൽ കടന്നു വന്നവരെ ഒരിക്കൽ കൂടി ഓർക്കുന്നു കർത്താവിൽ. ആമേൻ. ഇന്ന് പകൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷെപ്പച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവിടെ ആ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന 2 പേര് നമ്മുടെ അവിടെ കടന്നു വന്നിട്ടുണ്ടെന്ന് എഴുന്നേറ്റ് മക്കളെ. എഴുന്നേറ്റ് നമ്മോ. ആമേൻ. സുരേഷ് അല്ലേ? അനീഷ്, പിന്നെ സന്തോഷം. അപ്പം അനീഷും സന്തോഷം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. അവർ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നു. നമ്മുടെ നടുവിലായിരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് വേണ്ടി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം. എല്ലാവരും കരങ്ങളടിച്ച് ഹാർദമായി സ്വാഗതം ചെയ്താട്ടെ. കർത്താവെ അനീഷിനെയും കർത്താവെ സന്തോഷിനെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം അവരോട് ഇടപെടണം, സംസാരിക്കണം. അവരുടെ വിഷയത്തിൻ്റെ മേൽ ദൈവകരം ചലിക്കണം. ഞങ്ങളെല്ലാവരും സഭയായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം നമ്മുടെ മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ശ്രുതി ഇല്ലേ നമ്മുടെ നടുവിലുണ്ട്. ശ്രുതി കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വർക്ക് ഫ്രം ഹോം ഒക്കെ ലഭിച്ചതിന് കാരണം ഒരാഴ്ച വീട്ടിൽ ഇരിക്കാനും വർക്ക് ചെയ്യാനും പറ്റി. നാളെ ഇന്ന് വൈകിട്ട് അല്ലേ ചെന്നൈയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. യാത്ര ഓർത്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ആമേൻ. ഇന്ന് പകൽ നമ്മൾ ആമേൻ പ്രിയ മോളിയാൻറ്റി നമ്മുടെ നടുവിലുണ്ട്.
ആമേൻ. ശക്തമായി പ്രാർത്ഥിക്കണം. ടോണിയുടെ വിസയുടെ കാലാവധി തീരാറായി. അതിൻ്റെ കാര്യം ഇപ്പോൾ ഈ 2 മാസം അവിടെ ശരിക്കും പറഞ്ഞാൽ അവധിയായിരുന്നു അല്ലേ? അതാണ് അവിടുത്തെ ഒരു വിഷയം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു, വേണിക്ക് വേണ്ടി ദൈവം വഴികളൊക്കെ തുറന്നു. ആമേൻ. 26-ാം തീയതി അല്ലേ ജോയിൻ ചെയ്യുന്നത്? യെസ്. അപ്പോൾ ഇന്നലെ രാത്രി ദൈവാത്മാവ് വീണ്ടും ആ വിഷയം എന്നോട് സംസാരിച്ചു. ടോണിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യാൻ പോവാണ്? ഒരു അത്ഭുതം ദൈവം ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ടോണിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ആമേൻ. ഇപ്പോൾ സത്യം പറഞ്ഞ് എന്നെയും കൂടെ പുള്ളിയാണ് ധൈര്യപ്പെടുന്നത്. വാസ്തവ കുഴപ്പമൊന്നുമില്ല, ദൈവം അത്ഭുതം ചെയ്യും എന്നിങ്ങോട്ട് വിളിച്ച് പറയത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലിനായിട്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ അബി നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. സ്വത്രാബിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവയൊരു പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തു. ആ കോഴ്സൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം അവന് എന്ത് കൊടുക്കണം? കൃപ കൊടുക്കണം. ആമേൻ. ഇനി ഒരു ആമേൻ വലിയ വഴികൾ തുറന്ന് കർത്താവ് മുമ്പോട്ട് നടത്താൻ ആരാണ്? ശക്തനായവനായി ആമേൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കടന്നു വന്ന മറ്റുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ എന്ത് നടക്കും? ദൈവത്തിൻ്റെ വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സേതുവിൻ്റെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞു. ആമേൻ. എല്ലാം സൈനൊക്കെ ചെയ്തല്ലോ. യെസ്. ആമേൻ. അത് സേതു തന്നെ പറഞ്ഞാൽ മതി, സാക്ഷ്യം പറഞ്ഞാൽ മതി. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകണം. നമ്മുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കിഡ്സ്, സൺഡേ സ്കൂൾ കിഡ്സ്, പ്ലീസ് കം ഫോർവേഡ്. കുഞ്ഞുങ്ങൾ വന്നാട്ടെ, വേഗം വന്നാട്ടെ. ഹല്ലേലൂയ. വേഗം വാ, ഓടി വാ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇങ്ങോട്ട് കയറിയിരിക്കുക. ആമേൻ. പറഞ്ഞു കേട്ടോ. Your body wish and a light to my heart. Psalms 109:105. Amen. ഇത് യഹോവയുടെ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആമേൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. യഹോവയുടെ ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും. നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനം 121:7-8 വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 1 തെസ്സലോനിക്കർ 4:15. ആമേൻ. പ്രൈസ് ലോർഡ്. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവേൻ. മത്തായി 21:4. ആമേൻ. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സങ്കീർത്തനം 95:1. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കൊലോസ്യർ 3:1-2.
നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച ജോത്തം പനിയാൽ യൂറിനൽ ഇഷ്യൂസുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ എലൈസയ്ക്കും കഴിഞ്ഞ ദിവസം ഒന്ന് വയ്യായിരുന്നു. കർത്താവ് കൊടുത്ത വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഏനുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അലോനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതകരമായൊരു സൗഖ്യം നൽകാൻ എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് ദൈവമുഖത്തേക്ക് നോക്കി ഒന്ന് സ്തോത്രം ചെയ്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രുതി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അവരുടെ പഠനം, അവരുടെ സ്കൂളിലേക്കുള്ള യാത്രകൾ ഒക്കെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വലിയ പനിയുടെ പകർച്ച എല്ലായിടത്തുമുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകിച്ച് കടന്നു പോകുമ്പോൾ എല്ലാ പനിയുള്ള ഭവനത്തിൽ നിന്നൊക്കെയാണല്ലോ കുഞ്ഞുങ്ങളൊക്കെ വരുന്നത്. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഷുഡ് ബി ഗിവൺ ഫ്രം ഗാഡ്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Father, Appa, we thank you, Father God. Thank you, Jesus. Thank you, Holy Spirit, Appa. Appa, we give all these entire children, Appa, we give them into your hands, oh Father, Appa. Appa, Appa, cover them under your wings, oh Father, Appa. Appa, Appa, protect them, Appa, when they are going out and they are coming in, oh Father, Appa. Appa, you bless them, Appa, you bless them, Appa, abundantly, oh Father, Appa. Appa, give them the wisdom that they need, Appa, to excel in their studies, oh Father, Appa. Appa, you be with each of the kids, Appa. Appa, you protect them from all harm, oh Father, Appa. You protect them from all the fever, Appa, that is spreading around us, oh Father. Appa, be with every one of the kids, Appa, and lead them and guide them, oh Father, Appa. Appa, Appa, let them be, Appa, in the small age, Appa, let them be a testimony to you, Appa, among their friends, oh Father, Appa. Appa, you be with them, Appa, Appa. Protect them, Appa. You help with their schoolings, oh Father. Appa, be with them, Appa. Appa, lead them and guide them in everything, oh Father. Appa, we pray that, Appa, they will be, Appa, under your wings, oh Father, Appa. We pray that, Appa, no harm, Appa, will touch them, Appa, any day, oh Father, Appa. Appa, you be with them, lead them and guide them. In Jesus' name we pray. Amen. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. ദൈവം ചെയ്ത ഒരു ഉപകാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരും പറയാതിരിക്കരുത്. പക്ഷെ നമ്മൾ വളരെ വേഗത്തിൽ ആ സമയം കൈകാര്യം ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. സാക്ഷ്യത്തിന് വേണ്ടി വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യെസ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫൗസിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഫൗസിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാനിടയായി. ഒരു ട്വിൻസാണ്. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം കൊടുത്തു. ഒരാണും ഒരു പെണ്ണും. അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ പറഞ്ഞു. അതുപോലെ തുടർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 3 ചെറിയൊരു അപകടങ്ങളുണ്ടായി. ദൈവം അതിൽ നിന്നെല്ലാം എന്നെ കാത്തു പരിപാലിച്ച്. ഞാൻ ശർക്കര ഉരുക്കിയിട്ട് അടപ്പിൽ നിങ്ങളുടെ ഇറക്കണമായിരുന്നു. പക്ഷേ അത് ഞാനൊരു സോസ് പാനിലായിരുന്നു. ആ ഹാൻഡിൽ വിട്ടുപോയി. പക്ഷേ അത് ശരിക്കും ഹാൻഡിൽ എൻ്റെ കയ്യിലിരുന്ന് ശർക്കര താഴത്തേക്കല്ല, അടപ്പിൻ്റെ അവിടെ തന്നെ വന്ന് വീണ്. എനിക്ക് ഒരു തുള്ളി പോലും എൻ്റെ മേത്ത് വീഴാൻ ഇടവരുത്തില്ല. ദൈവം എന്നെ കാത്തു പരിപാലിച്ച്. അതുപോലെ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് ഇഡ്ഡലി പാത്രം പുറത്തോട്ട് ഇറക്കിയപ്പോൾ അത് ശരിക്കും അത് എൻ്റെ നെഞ്ചത്തോടാണ് വീഴേണ്ടത്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. താഴത്തോട്ട് ഇട്ട് കളയാനും പറ്റിയില്ല, ഒന്നും പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് ദൈവം എന്നെ കാത്തു പരിപാലിച്ച്. അതുപോലെ ഞാൻ ചോറ് വെച്ചിട്ട് തെർമൽ കുക്കറിലോട്ട് ചോറ് എടുത്ത് വെക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി, താഴത്തേക്ക് വീണുപോയി. പക്ഷേ എനിക്ക് ഒന്നും പറ്റിയില്ല. എൻ്റെ കാലിൽ ചെറിയൊരു പൊള്ളൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു പാട് പോലും ഇല്ലാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ച്. ദൈവം അനർത്ഥങ്ങളൊന്നും വ്യസനത്തിന് കാരണമാകാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ച് വൻകൃപയ്ക്കായി നന്ദി പറഞ്ഞു.
പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ബുധനാഴ്ച ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വർക്കിലായിരുന്നു. അപ്പോൾ പുറത്ത് രണ്ടുപേരും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് അവർ നോക്കുമ്പോഴത്തേക്കും വണ്ടിയിൽ നിന്നും പുക വരുന്നത് കണ്ടു. വണ്ടി ഷോർട്ട് സർക്യൂട്ടായിട്ട് വണ്ടി കത്തി, വയറിങ് കംപ്ലീറ്റ് കത്തിപ്പോയി. ഒരു അല്പം അവർ കണ്ടില്ലായിരുന്നെങ്കിൽ വണ്ടി പൂർണ്ണമായിട്ടും കത്തിപ്പോയനെ. ദൈവം അത്ഭുതകരമായിട്ട് അതിന് വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ പനി തുടങ്ങിയിട്ട് പിന്നെ ഒരു ആഴ്ചയോളം ഭയങ്കര പനിയും അസ്വസ്ഥമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, കുടുംബത്തിലെല്ലാവരും, ഞങ്ങളെല്ലാവരും ഒരുപോലെ കിടന്നുപോയൊരു വീക്കായിരുന്നു ലാസ്റ്റ് വീക്ക്. പക്ഷേ ദൈവം സഹായിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച വരെ എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം പിന്നെ വർക്കിനൊക്കെ പോകാനിടയായി. ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക, അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അമ്മച്ചിയുടെയും ക്ഷീണങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, കുഞ്ഞിൻ്റെയും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതുപോലെ തന്നെ അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പച്ചനും എപ്പോഴും നടുവേദനയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് നല്ലപോലെ. ഇന്നലെ വീട്ടിൽ വരാൻ പോലും പറ്റിയിട്ടില്ല, എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ഇന്നിവിടെ ദൈവത്തെ ആരാധിപ്പാൻ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് അടിയങ്ങളെ കാത്തു പരിപാലിച്ചു. പ്രത്യേക കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നിമ്മീനെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. എന്നാൽ വന്നതിന് ശേഷം പിന്നെ കുഞ്ഞ് ഇവിടുത്തെ സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടില്ല. പിന്നെ എല്ലാം കൂടെ ആയപ്പോഴത്തേനാണ് പിന്നീട് ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ടയിലോട്ട് തന്നെ നിമ്മിയുടെ വീട്ടിലോട്ട് കൊണ്ട് തിരിച്ചാക്കി. എന്നാൽ ഇന്നലെ മുതൽ കുഞ്ഞ് ചെറിയ പനിയാലും ജലദോഷാലും ഭാരപ്പെടുകയാണ്. പ്രത്യേക മക്കളുടെ എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയിരുന്നുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പാസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ജോതം പനിയാലും യൂറിൻ ഇൻഫെക്ഷനാലും ഒക്കെ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഇനി കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തെല്ലാം നോർമലായി തീരുവാൻ, എല്ലാം യൂറിൻ ഇൻഫെക്ഷൻ്റെ എല്ലാ ഇഷ്യൂസും മാറുവാനും ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതുപോലെ 2 ദിവസമായി ഇപ്പോൾ ജോഷ് ഇടയ്ക്കിടയ്ക്ക് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. അതുപോലെ ജോതം ജോതമിനെ ഹോസ്പിറ്റലിലാക്കി അന്ന് തന്നെ വണ്ടി ചെറുതായി ഒന്ന് തട്ടുവാനിടയായി. മറ്റൊരു കാറുമായിട്ട് തട്ടി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വർക്കിന് പോയി. അതുപോലെ ജോതമിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതെന്ന് പെട്ടെന്ന് എവിടെ നിന്ന് വണ്ടി വന്നതെന്ന് പോലും പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ഒരു 2 വീലർ എതിരെ പോയ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. ആൾ തെറിച്ച്, വണ്ടിയും ആളും കൂടെ തെറിച്ചു പോയി. കണ്ടുവരുന്നവരെല്ലാവരും വിചാരിച്ച് ഞാൻ ഇടിച്ചിട്ടു എന്നുള്ള നിലയിലാണ് കണ്ടുവരുന്ന ആൾക്കാരെല്ലാവരും വിചാരിച്ചത്. മറ്റുള്ളവർ എന്നോട് അങ്ങനെ സംസാരിച്ചു വന്നു. അപ്പോഴേക്കും 2-3 ഓട്ടോക്കാരപ്പുറത്തുണ്ടായിരുന്നു, അവർ കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അയാളുടെ കുഴപ്പമില്ല, ഇയാൾ ഇടയിലൂടെ കയറി വന്ന് ആ വണ്ടിക്ക് ഇടിച്ചതാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് ഒഴിവാക്കി. അവർ എന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്തു, എല്ലാം ഒഴിവാക്കി നമ്മളെ വിട്ടു. എല്ലാവരും എന്നെ എൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. രക്തതാജയം. ഈ പകൽ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രിയ ബിജു ബ്രദർ സാക്ഷ്യം പറഞ്ഞവരെ ഓർത്തുകൊണ്ടൊരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഫൗസിയ, നമ്മൾ വളരെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു. 2 തലമുറകളെ നൽകി ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു.
അമ്പേറ്റലിന് സിസ്റ്റർ കൊടുത്ത അത്ഭുതകരമായ വിടുതലുകളെക്കുറിച്ച് തൻ്റെ ദാസി പറഞ്ഞു. അമ്പെ പലപ്പോഴും ശത്രു ജയമെടുക്കാൻ ശ്രമിക്കുന്ന ചില മേഖലകളുണ്ട്. അതിൻ്റെ മേലെല്ലാം ദൈവം ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ കർത്താവിനോട് നമുക്കിന്ന് പകൽക്കാലം നന്ദി പറയാം. അതുപോലെ പ്രിയ ഷാജി ബ്രദർ പറഞ്ഞ സാക്ഷ്യം നമുക്കറിയാം. വാഹനം അല്ലേ കത്തിപ്പോകാതെ ദൈവം ചെയ്ത് സൂക്ഷിച്ചു. അമ്പേ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓട്ടോയാണ് മറ്റേ വണ്ടി, ഏത് വണ്ടിയാ? ബൈക്കാണോ? ഓട്ടോ. ആമേൻ. കഴിഞ്ഞ പരസ്യയോഗത്തിന് ആമേൻ ഷാജി ബ്രദറിൻ്റെ ആ ഓട്ടോ ആണ് നമ്മൾ ഉപയോഗിച്ചത്. അന്ന് ആമേൻ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുകയായിരുന്നു, അതിനകത്ത് ആ ബോക്സൊക്കെ വെച്ച് അല്ലേ, ദൈവവചനം പറഞ്ഞാൽ അത് കത്തിപ്പോകാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അത് സ്വർഗത്തിലെ ദൈവം എന്തായിട്ട് കണക്കിടും? നീതിയായിട്ട് കണക്കിടും. ആമേൻ. അത് വലിയ അനുഗ്രഹമായിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. റോണി പറഞ്ഞ സാക്ഷ്യം നമുക്കറിയാം. ഇവിടുത്തെ കാലാവസ്ഥയും പെട്ടെന്നുള്ള മാറ്റവും പിന്നെ ഇവിടെ ഫ്ലാറ്റും ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് അല്പമായിട്ടുള്ള ഒരു ചെറിയ വിഷയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് കടന്നു പോകാനിടയായി തീർന്നത്. അതുമാത്രമല്ല, നിമ്മിക്ക് നല്ല ആരോഗ്യവും ബലവും ശക്തിയും എല്ലാം കർത്താവ് കൊടുക്കേണ്ടതിന് വേണ്ടി എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം അലർജിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി മെഡിസിൻസ് ഒന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും ദൈവസഭയ്ക്ക് അറിയാം. എന്നാൽ ദിവസങ്ങളെ ആരോഗ്യവും ബലവും ശക്തിയൊക്കെ നിമ്മിക്ക് കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ ദൈവം എന്ത് ചെയ്യണം? കൃപ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നവീം പറഞ്ഞ സാക്ഷ്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ വളരെ എല്ലാവരെയും കണ്ടപ്പോൾ വളരെ സങ്കടമായിപ്പോയി. കാര്യം എന്താ അല്ലേ, ഷെയ്പ്പ് വരെ ശരിക്കും പറഞ്ഞാൽ മാറിയതുപോലത്തെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു. ആമേൻ. എന്നാൽ ഇന്ന് പകൽ ആരോഗ്യത്തോടെ നിൽക്കുവാൻ ദൈവം അവർക്ക് ബലം കൊടുത്തതിനായി കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ജോഫിൻ പറഞ്ഞു, അപകടകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, വലിയ അപകടങ്ങളൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നത്, മാറിപ്പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരുടെ യാത്രകളോർത്തും വാഹനങ്ങളെ ഓർത്തും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. ഒരു അപകടങ്ങളോ അനർത്ഥങ്ങളോ ഇല്ലാതെ ദൈവം സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തമായ പ്രാർത്ഥന എല്ലാ ദിവസവും മോർണിംഗിൽ ഞാൻ ചെയ്യാറുണ്ട്. എനിക്കറിയാം അങ്ങനെയൊന്നും വരാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുകയില്ല. യെസ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, ജോഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി വിടുതലുകൾ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ കൊടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. അതെല്ലാം ആമേൻ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനുമെല്ലാം കാരണമായി തീരട്ടെ. ആമേൻ. സാക്ഷ്യം പറഞ്ഞ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ വിടുതലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ ബിജു ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നല്ല സാക്ഷ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സാക്ഷ്യം പറഞ്ഞ എല്ലാ മക്കളെയും കർത്താവയുടെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രീദേവേണ്ടി പറഞ്ഞ സാക്ഷ്യത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് സഹോദരിക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ച മാനിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. ദൈവമേ, ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നിന്ന് മാനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇനിയും പുതിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുവാൻ തക്കണം എൻ്റെ കർത്താവ് ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെല്ലനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകളും പറഞ്ഞ സാക്ഷ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. റോണിയെ പറഞ്ഞ സാക്ഷ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുക്കണമേ. ആ കൊച്ചിനെ കർത്താവേ പൂർണ്ണമായി വിടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം മാറി കർത്താവേ ഒരു പൂർണ്ണ വിടുതൽ കർത്താവേ അവിടുന്ന് കൊടുക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ തൊടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നവീനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകൻ പറഞ്ഞ സാക്ഷ്യം കർത്താവേ, ആ കുടുംബത്തെ കർത്താവേ അസുഖത്താൽ ഭാരപ്പെടുന്നുള്ള ഒരു പൂർണ്ണ വിടുതൽ കർത്താവേ ഒരു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോഫിൻ പറഞ്ഞ കർത്താവേ സാക്ഷ്യത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഒരു പൂർണ്ണ വിടുതൽ കർത്താവേ. യാത്രകളെല്ലാം കർത്താവേ കൂടിയിരുന്നല്ലോ. കർത്താവ് കാത്തു പരിപാലിച്ച ആ മഹാകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. ഇനിയും കർത്താവേ അവിടുത്തെ സംരക്ഷണയിൽ ഞങ്ങൾ കാത്തു പരിപാലിക്കുമാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം കൂടെ നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ എല്ലാ മക്കളെയും അവിടെ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വലിയ വിടുതൽ കർത്താവേ അവിടുന്ന് കൊടുക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർക്കുമ്പോഴേക്കും കർത്താവിനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം കരുണ തോന്നണമേ, മനസ്സരിവ് തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ നിറക്കുമാറാകട്ടെ, വലിയൊരു വിടുതൽ കൊടുക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനഘടനായി നമ്മുടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇനി നമ്മൾ കർത്താവിന് അർപ്പിക്കാനുള്ള
സമയമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരു കവറ് ആമേ തന്ന് വിടാനിടയായി തീർന്നു അല്ലേ, സൺഡേ സ്കൂളിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ആ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം ആ കവറ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. അതിൽ ആമേ നമ്മൾ ആഗ്രഹിക്കുന്നൊരു നന്മ ഇട്ട് അതിവിടെ കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മാത്രമല്ല നമ്മളിപ്പോൾ ഒരുമിച്ച് കർത്താവ് ആമേൻ സ്തോത്രം സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. നമ്മൾ കർത്താവിന് വേണ്ടി അർപ്പിക്കാനുള്ളത് നമ്മുടെ വലത് കരങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും വലത് കരങ്ങളിൽ എടുത്താട്ടെ. നമ്മുടെ നന്മ അതെന്തുമാകട്ടെ, ആമേൻ, ആ വരുമാന മാർഗങ്ങൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, അത് ഏറ്റവും അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് സ്തോത്ര കാഴ്ചയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നന്മ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വാ തുറന്ന് കർത്താവിന് നന്ദി പറയണം കേട്ടോ. ആമേൻ. നമ്മുടെ വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ നന്മ ഉപയോഗിക്കുന്നത്. ആമേൻ. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു വിടുതലാണ്. ഹല്ലേലൂയ. അധികം കൊടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നവരുണ്ട്, ഒത്തിരി ആവശ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ മാറ്റി വെക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം വിടുവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവേ, ഓ റാബ ശംദല റബൽ കമന, ഇന്ന് പകൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്കായി സ്തോത്രം, ബിസിനസ് ചെയ്യുന്നവർക്കായി സ്തോത്രം, മറ്റു വരുമാന മാർഗങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിനകത്ത് ബാങ്കിൻ്റെ ഇ.എം.ഐ അടയ്ക്കാനുള്ളവരുണ്ട്, വാഹനങ്ങളുടെ ഇ.എം.ഐ അടയ്ക്കാനുള്ളവരുണ്ട്, വീടിൻ്റെ ലോണുകൾ അടയ്ക്കാനുള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി 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 ആവശ്യങ്ങളുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ അകത്ത് ഇന്ന് പകൽ ആരാധന കഴിയുമ്പോൾ ചില ആവശ്യങ്ങളുമായി ദൈവമേ ആയിരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം എൻ്റെ ദൈവം പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒന്നിനും ഒരു കുറവില്ലാതെ തൻ്റെ ജനത്തെ നടത്തണമേ. ദൈവമേ, ഞങ്ങളുടെ വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ, അമർത്തി കുലുക്കി ഒരു നല്ല അളവ് തന്റെ ജനത്തിന്റെ മടിയിൽ കൊടുക്കാൻ കഴിവുള്ള ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്, ആഴിയുടെ ഉറവകളെ തുറന്ന് അനുഗ്രഹിച്ചാട്ടെ. അമ്മേൻ ലോവേൽ ഇങ്ങനെ പറഞ്ഞു, തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴ വീട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് തിരികെ തരും. വെട്ടുക്കിളിയെ ഞാൻ ശാസിക്കും, പച്ചപ്പുഴുവിനെ ഞാൻ ശാസിക്കും. ഇന്ന് പകൽ കർത്താവിൽ നഷ്ടങ്ങൾ വരുത്തുന്ന ദുഷ്ടവ്യാപാര മണ്ഡലങ്ങളെ, നഷ്ടങ്ങൾ വരുത്തുന്ന പൈശാചിക ശക്തികളെ, നന്മകളെ ഒഴുക്കി കളയുന്ന ദുഷ്ടവ്യാപാര മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ വിടുതൽ തന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. സ്വർഗം തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കൊരു പാട്ടിന്റെ വരികൾ പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച എടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വാതുറന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചിന്തിക്കുകിൽ പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോകിൽ. ചിന്തിക്കുകിൽ പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോകിൽ. പ്രതിഗാനം മുഴക്ക
പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും ഗതി കെട്ടവർ പോലെ നാമായിടും. പ്രതിയോഗി നമുക്കെതിർ ചെയ്തിടും ഗതി കെട്ടവർ പോലെ നാമായിടും. ഉടൻ വന്നിങ്ങു ത്രാണനം ചെയ്തിടും പ്രിയനാഥൻ പരലോകി കൊണ്ടുപോകും. ഉടൻ വന്നിങ്ങു ത്രാണനം ചെയ്തിടും പ്രിയനാഥൻ പരലോകി കൊണ്ടുപോകും. പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോർക്കിൽ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോർക്കിൽ. പല പാടുകൾ പെട്ടു നാം പോകേണം, ചില ദുർഘടമേടുകളേറേണം. പല പാടുകൾ പെട്ടു നാം പോകേണം, ചില ദുർഘടമേടുകളേറേണം. പലരാലും ഉപദ്രവമേൽക്കേണം ഒരു നാളിൽ പ്രിയനോടു കൂടെ വാഴാൻ. പലരാലും ഉപദ്രവമേൽക്കേണം ഒരു നാളിൽ പ്രിയനോടു കൂടെ വാഴാം. ഇനിയൊന്നും നമുക്കിഹയില്ലല്ലോ, നമുക്കുള്ളതാ വാസമിതല്ലോ. ഇനിയൊന്നും നമുക്കിഹയില്ലല്ലോ, നമുക്കുള്ളതാ വാസമിതല്ലോ. ആ മിന്നും പ്രശോഭിതമായൊരു ഗോപുരം പിന്നിൽ ദൂരത്തായി കണ്ടിടുന്നു. ആ മിന്നും പ്രശോഭിതമായൊരു ഗോപുരം പിന്നിൽ ദൂരത്തായി കണ്ടിടും. ഈ മായപുരി വിട്ടു പോയിട ക്ഷണം സിയോൻ പ്രയാണം തുടർന്നിട. ഈ മായപുരി വിട്ടു പോയിട ക്ഷണം സിയോൻ പ്രയാണം തുടർന്നിട. പ്രിയനോടൊരുമിച്ചു വസിച്ചിട ചിരകാലം ശുഭമേറും ഭാഗ്യനാട്ടിൽ. പ്രിയനോടൊരുമിച്ചു വസിച്ചിട ചിരകാലം ശുഭമേറും ഭാഗ്യനാട്ടിൽ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോർക്കിൽ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറും അന്യനാമി ഭൂവിൽ നിലയില്ലാവാസമോർക്കിൽ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടട്ടെ. അല്പസമയം നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ്. ആമേൻ. നമ്മുടെ യൂത്ത് മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ചുരുങ്ങിയ സമയമാണെന്ന് പകല് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം.
പരിശുദ്ധാത്മാവിന് ഇന്ന് ഈ അല്പസമയത്തിനിടയിൽ നമ്മളോട് വ്യക്തമായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആമേൻ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുക. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം മതി. യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കാം. മതി. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം വചനത്തിനായി സ്തോത്രം. എഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും ഞങ്ങൾ വായിച്ച ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വ്യക്തമായിട്ടിന്ന് പകൽ ഇടപെടുകയും സ്വർഗം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് പകൽ ഇടപെടണം, അത്ഭുതം ചെയ്താട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഇരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്വർഗം തുറന്ന അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പകൽ പറയാം. പിന്നീട് സമയം കിട്ടുമ്പോൾ ഇതൊരു വലിയ മെസ്സേജാണ്, പിന്നീട് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്: ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. പക്ഷെ അവിടെ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ആ വാക്യം പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ, പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ ആകാശം എന്നുള്ളതിന് എന്താ പദം ഉപയോഗിച്ചിരിക്കുന്നത്? ഹെവൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ മൂലഭാഷയിലോട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗം എന്നുള്ള പദം നമുക്ക് പല ഭാഗത്തും എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാണാനായിട്ട് പറ്റും. ആമേൻ. അപ്പം ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു, ആകാശത്തിൽ നിന്ന് നന്മയുണ്ടായി, ആകാശത്ത് നിന്ന് മഞ്ഞ് പൊഴിഞ്ഞു എന്നുള്ളതൊക്കെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഹെവൻസ് ഓപ്പൺ, ഹെവൻസ് ഓപ്പൺഡ് എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വായിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള എന്തുണ്ട്? സാധ്യതയുണ്ട്. ആകാശമാണോ ഹെവനാണോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം, ആമേൻ, ദൈവം അനുവദിച്ചാൽ അതിൻ്റെ മൂലഭാഷകളൊക്കെ എടുത്ത് നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം ആവശ്യമാണ്. ഇന്ന് എനിക്കതിൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ സ്വർഗം എന്ത് ചെയ്യപ്പെടുകയാണ്? തുറന്ന് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് ഇന്ന് പകൽ സ്വർഗം തുറക്കേണ്ട അനേക വിഷയങ്ങളുമായിട്ട് പലരും ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ തൃക്കൈ തുറന്നു, ജീവനുള്ളതിനൊക്കെ നന്മ കൊണ്ട് പ്രസാദം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈ തൃക്കൈ തുറന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇതിനെല്ലാം ഓൾ ടുഗദർ നമ്മൾ വിളിക്കുന്നത് ദൈവികമായ ആമേൻ അനുഭവം, സ്വർഗീയമായ ദൈവപ്രവൃത്തി, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം പകരുന്ന വിടുതലുകൾ എന്നൊക്കെ നമുക്കിതിനെ ഓൾ ടുഗദർ വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം എവിടാ? സ്വർഗത്തിലാണ്, അല്ലേ? ആമേൻ. വചനം പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്ന ബൈബിൾ പറയാം, യെശയ്യാപ്രവാചകൻ പറയുന്നത്. അപ്പൊ സ്വർഗം എൻ്റെ എന്താണ്? സിംഹാസനമാണ്. ഭൂമി എന്താ? പാദപീഠം. അപ്പൊ നമ്മളെല്ലാം ഇരിക്കുന്നത് എവിടെയാ? പാദപീഠത്തിലായിരിക്കുന്നത്. കേട്ടോ, ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗം സിംഹാസനം, ഭൂമി എന്തുമായിട്ടാ? പാദപീഠമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മളെല്ലാം അവൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത്.
എത്ര മനോഹരമായ ഒരു അനുഭവമാണല്ലേ. എത്ര വലിയനായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യപദവി എത്ര വർണ്ണിച്ചാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, മതിയാകത്തില്ല. അത്രത്തോളം ശ്രേഷ്ഠകരമായ ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്കും ആര് തരികയാണ്? സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം തന്നിരിക്കുന്നു. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ എന്താണ്? പാദപീഠം എന്നാ വിളിക്കുന്നത്. അപ്പൊ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി എന്ത് തുറക്കും? സ്വർഗം തുറക്കും. സ്വർഗം തുറന്നാൽ എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിന് എന്താണ്? അത്ഭുതകരമായൊരു വിടുതലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇനി നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അവിടെ നിന്ന് ചെയ്തിട്ട് കയറിയിരുന്ന എല്ലാവരും. ആമേൻ കേട്ടോ, ദിവ്യൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അല്പസമയമാണ് ദൈവവചന ശുശ്രൂഷ മുമ്പിൽ ഇരിക്കുന്നത്. ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നമ്മൾ വളരെ സീരിയസ് ആണ്. നമ്മൾ ഇരിക്കുന്ന എവിടെയെന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. സോ നമ്മൾ ആ ഒരു ടൈം വളരെ 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 ശക്തമായി നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ആമേൻ. സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ല നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടത്. ആമേൻ. ഏത് പ്രതികൂലത്തിലും നമ്മൾ ആരെ സേവിക്കണം? ദൈവത്തെ സേവിക്കണം. അതാണ് ആമേൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കാനിടയായി തീർന്നത് കേട്ടോ. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഫാസ്റ്റായിട്ടും വളരെ ചുരുങ്ങിയ കാര്യങ്ങളുമേ നമ്മളിന്ന് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകന്മാരെ 3ആയിട്ട് തിരിക്കാം. അതിൽ ഒന്ന് പ്രവാസകാലത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ, 2 പ്രവാസകാലത്ത് പ്രവചിച്ച പ്രവാചകന്മാർ, 3 പ്രവാസത്തിന് ശേഷം പ്രവചിച്ച പ്രവാചകന്മാർ. ആ പ്രവാസം എന്നുള്ള പദം ഏത് പ്രവാസത്തെ കുറിക്കുന്നു? ബാബേൽ പ്രവാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകനായിരുന്നു ആര്? യെശയ്യാവ്, യിരെമ്യാവ് ഒക്കെ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരായിരുന്നു. പ്രവാസകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരായിരുന്നു യെഹെസ്കേൽ, ദാനിയേൽ ഒക്കെ ആരായിരുന്നു? പ്രവാസകാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരായിരുന്നു. പ്രവാസാനന്തര പ്രവാചകന്മാരായിരുന്നു ആമേൻ ഹഗായി, അങ്ങനെ തുടങ്ങിയ സെക്രിയാവ്, ആമേൻ മലാക്കി, ആമേൻ ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ. അപ്പോൾ ഇവിടെ ഈ 3 പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ 3 പേർക്കും എന്താ ഉണ്ടായിരുന്നത്? 3 ദൗത്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു? വലിയൊരു പ്രവാസം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പ്രവാസം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നവരല്ലായിരുന്നു പ്രവാചകന്മാർ. യെശയ്യാവിന്റെ പ്രവചനം നമ്മൾ പഠിച്ചാൽ, യിരെമ്യാവിന്റെ പ്രവചനമൊക്കെ പഠിച്ചാൽ ദൈവം പറഞ്ഞു ഒരു പ്രവാസം വരുന്നുണ്ട്, പക്ഷേ ആ പ്രവാസത്തിൽ നിന്ന് നിങ്ങളെ ആര് വിടുവിക്കും? ദൈവം വിടുവിക്കും. ആ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത പ്രവാചകന്മാർ പ്രവാസകാലത്ത് പ്രവചിച്ചു. നമ്മൾ ഈ പ്രവാസം കൊണ്ട് അവസാനിക്കുകയല്ല. ഈ ബാബേലിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഒരു മടങ്ങിപ്പോക്കുണ്ട്. വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ജനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവരെ ആത്മീകമായി ഉദ്ധരിച്ച് വീണ്ടും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു പ്രവാസാനന്തര പ്രവാചകന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യെഹെസ്കേൽ, ഞാൻ പറഞ്ഞു, ഏത് പ്രതികൂലത്തിലും ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവസന്നിധിയിൽ ഇരുന്നാൽ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. ഈ പ്രവാസത്തിലിരിക്കുന്ന പ്രവാചകനായിരുന്നു ആര്? യെഹെസ്കേൽ. യെഹെസ്കേൽ അവിടെ 1-ാം വാക്യം പറഞ്ഞ കേബാർ നദികളുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സാഹചര്യത്തിലൊന്നും അല്ല ആരിയ്ക്കുന്നത്? യെഹെസ്കേൽ ഇരിക്കുന്നത്. പക്ഷെ എവിടെ ഇരിക്കുന്നത്? കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് സങ്കടത്തിന്റെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം എന്ത് തുറക്കും? സ്വർഗം തുറക്കും കേട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, സ്വർഗം നമുക്ക് വേണ്ടി തുറക്കാൻ തക്കവണ്ണം ഇടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏത് സാഹചര്യത്തിൽ നമ്മളിരുന്നാലും സ്വർഗം തുറന്നാൽ എനിക്ക് നിങ്ങൾക്ക് എന്താണ്? ഒരു വലിയ വിടുതൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം പ്രദാനം ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രവാസം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം പ്രദാനം ചെയ്യുന്ന സ്ഥലമല്ല. ആമേൻ. നമുക്കൊരു ഫ്രീഡം ഉള്ള സ്ഥലമല്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. ഏത്?
പ്രവാസത്തിലായിരിക്കുന്ന പ്രവാസല്ലോ അല്ലെങ്കിൽ പ്രവാസികളുടെ ഇടയിലിരിക്കുന്ന സമയം. പക്ഷേ യെഹെസ്കേൽ ഇതിൻ്റെ ഇടയിലെല്ലാം ദൈവസ്ഥലിൽ ഇരിക്കാൻ വേണ്ടി എന്ത് കണ്ടെത്തി? സമയം കണ്ടെത്തി. അപ്പോൾ എന്ന് പറഞ്ഞാൽ യെഹെസ്കേലിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ ജനത്തോടൊരു ദൂത് പറയേണ്ടത് ആർക്ക് ആവശ്യമാണ്? യെഹെസ്കേലിന് ആവശ്യമാണ്. ഈ ജനത്തെ ബലപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? യെഹെസ്കേലിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് മാനുഷികമായിട്ടുള്ള ഒരു ആലോചന പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരു പരിഹാരം ഇല്ല. അതിനെവിടെ ഇരിക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം കേട്ടോ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒരു ആത്മീക ധൈര്യം കടന്നു വരണമെങ്കിൽ എവിടെ ഇരിക്കണം? ദൈവസന്നിധി വരണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ളവരിലേക്ക് ഒരു ആത്മീക ധൈര്യം പകർന്നു കൊടുക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. ആമേൻ. ദൈവസഭയ്ക്കകത്തേക്ക് ഒരു ദൈവിക ബലം പകർന്നു കൊടുക്കണമെങ്കിൽ അഭിഷിക്തന്മാർ എവിടെ ഇരിക്കണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്നിട്ട് എവിടുന്ന് പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്യുന്നത് എന്തെന്നാൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിൽ ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ദൈവം പറഞ്ഞൊരു ദൂത. ഇന്ന് പകൽ ദൈവസഭയിലുള്ള പലരോട് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം കൈമാറുമ്പോൾ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ എന്ത് തുറക്കാൻ പോകുക? സ്വർഗം തുറന്ന് ദൈവം തന്റെ പ്രവൃത്തി എന്ത് ചെയ്യാൻ പോകുക? അയക്കാനായിട്ട് പോകുക. അതൊരു അത്ഭുതകരമായ വിടുതലുകളായി നമ്മുടെ ഭവനങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വരാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. സ്വർഗം തുറന്നാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? ഇല്ല. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദിവ്യ ദർശനങ്ങളെ കണ്ടു. ആമേൻ. അപ്പൊ യെഹെസ്കേല് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? യെഹെസ്കേൽ എന്ത് കണ്ടു? ദിവ്യമായ ദർശനങ്ങളെ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവസഭയെ വളരെ ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും സ്വർഗീയ ദർശനങ്ങളെ എന്ത് ചെയ്യണം? കാണുകയും ചെയ്യണം. ഞങ്ങൾ പാസ്റ്റേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആമേൻ. ആമേൻ. യോവേൽ പ്രവാചകനും അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകങ്ങൾ പറയുന്നത് എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആമേൻ. ആ കാലത്ത് ഞാൻ സകല ജലത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇതിന്റെ അകത്ത് ദിവസങ്ങളിൽ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് സ്വർഗം നിശ്ചയമായിട്ടും സ്വർഗീയമായ ദർശനങ്ങളെ കൊടുക്കും. രക്തത്താൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് പകല്? ആ ഒരു അഭിഷേകം ദൈവസഭകളിലേക്ക് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? അതിശക്തിയോടെ വ്യാപരിക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ചില മണിക്കൂറുകൾ എവിടെ ഇരിക്കണം? ദൈവസന്നിധിയിലിരുന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് കാണും? ദിവ്യ ദർശനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മൾ ഈ ദിവസങ്ങളിൽ ആമേൻ ഈ ഒരു അവസ്ഥയിൽ മാത്രം തുടരുന്നതിൽ കാര്യമില്ല. ആമേൻ. അടുത്ത ഒരു ആത്മീക തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ചലിക്കാനിടയാകണം. അതിനാദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ആത്മീക കൂട്ടായ്മകളിൽ നന്നായിട്ട് എന്ത് ചെയ്യണം? സഹകരിക്കണം. 3, ആമേൻ, പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം? പോരാടണം. 4, വചനം നമ്മൾ ആധികാരികമായി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം വരുത്തും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദൈവസഭകളിൽ നടക്കുന്ന ഒരു ആത്മീക ശുശ്രൂഷകളെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. ഒരു ആത്മീക ശുശ്രൂഷകളെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ഇപ്പോൾ ലേഡീസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പകല് വീട്ടിലിരിക്കുന്നവർ എന്ത് പറയും? അതിലൊക്കെ ആമേൻ വെറുതെ ഇരിക്കുന്നവർ എന്ന് ഞാൻ പറഞ്ഞത്, ജോലിക്ക് പോകാതെയോ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നവർ അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കയറുകയും ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ നമ്മുടെ മേൽ സംഭവിക്കും. ആത്മീക ശുശ്രൂഷകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ആത്മീക കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ആത്മീകമായി വളരണമെന്നുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു സ്വർഗീയമായ അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഇന്ന് പകൽക്കാലം ഉണ്ടായി വരുന്നത്. അപ്പോൾ നോക്കുക, യെഹെസ്കേല് കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. എന്ത് കണ്ടു? ദിവ്യമായ ദർശനങ്ങളെ കണ്ടു. ഞാൻ ഇതിനകത്ത് ചോദിക്കട്ടെ, ദർശനം കാണുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സത്യമായിട്ട് പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ. കുറെ പേർക്ക് ആഗ്രഹമുണ്ട്, കുറെ പേർക്ക് ദർശനം കാണണമെന്നൊന്നും താല്പര്യമില്ല. അപ്പൊ ദർശനങ്ങൾ നമ്മൾ കാണണം. ദർശനങ്ങൾ കാണിക്കാൻ വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദൈവത്തിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഒരുപക്ഷെ ചിലപ്പോൾ ചിലർ പറയുന്നത് എൻ്റെ സാഹചര്യങ്ങൾ ദർശനം കാണാൻ പറ്റിയ സാഹചര്യങ്ങളല്ല, കുടുംബത്തിൻ്റെ അവസ്ഥ ദർശനങ്ങളെ കാണാൻ പറ്റിയ അവസ്ഥയല്ല എന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ എഗസ്കേലിന് വേണ്ടി സ്വർഗം തുറന്നു. ആമേൻ. എഗസ്കേൽ എന്ത് കണ്ടു? ദർശനങ്ങളെ എഗസ്കേൽ കണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവസഭയ്ക്കകത്ത് നമ്മൾ ദർശനങ്ങൾ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവചനാത്മാവിൽ ദൈവം എന്നെ നിറയ്ക്കാൻ വേണ്ടി വാ തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആമേ. കൃപാവരങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടാൻ വേണ്ടി വാ തുറന്ന് ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചിലർ ചിന്തിക്കുന്നത് എനിക്കെന്തിനാ കൃപാവരം, അല്ലെ എനിക്കെന്തിനാ പ്രവചനം, എനിക്കെന്തിനാ വെളിപ്പാട്? ആമേൻ. അത് ചില പ്രിയപ്പെട്ടവർക്ക് പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടില്ല. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുവാൻ നിന്നിലേക്ക് പകരുന്ന ദൈവശക്തിക്ക് കഴിയും. നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നിന്നിലേക്ക് പകരുന്ന ദൈവശക്തിക്ക് കഴിയും. ആമേൻ. നിന്നിലേക്ക് പകരുന്ന വെളിപ്പാടുകൾക്ക് ആമേൻ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ മാത്രം ശക്തിയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പകൽ നമ്മൾ ആരിൽ നിന്ന് പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ദൈവികമായ ഒരു അനുഭവം അത് പേഴ്സണലായിട്ട് ആരിൽ നിന്ന് പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഇവിടെ എഗസ്കേലിനെ ഒന്നും ആരും ഉന്തിത്തള്ളിയല്ല അവൻ ദർശനങ്ങളെ കാണുന്നത്. അവൻ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ, പ്രവാചകനായതുകൊണ്ട് മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും ദൈവികമായ ഒരു അനുഭവം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട്? എഗസ്കേലിനുണ്ട്. അതുകൊണ്ട് എഗസ്കേൽ എന്ത് ദൈവത്തിൽ ഇരുന്നപ്പോൾ സ്വർഗം തുറന്നു, ദിവ്യമായ ദർശനങ്ങളെ കണ്ടു. ആമേൻ. മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആമേ. കൽദേ ദേശത്തെ കേബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആമേൻ. ഇന്ന് പകൽ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. നോക്കിക്കേ, നമുക്ക് എന്തുണ്ടാകണം? ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഉണ്ടാകണം. ദൈവം എന്നോട് അരുളി ചെയ്യണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് ദിവസങ്ങളിൽ? നോക്കിക്കേ. ആമേൻ. നമുക്കറിയാം, നമ്മുടെ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ആമേൻ ഏലി പുരോഹിതന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വചനം എന്തായിരുന്നു? ദുർലഭമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങി. 1 കണ്ണ് മങ്ങി, 2 വചനം എന്തായിരുന്നു? ദുർലഭമായിരുന്നു. ആമേൻ. അപ്പോ ആമേൻ. കണ്ണു മങ്ങി കാലഘട്ടത്തിൽ, വചനം ദുർലഭമായ കാലഘട്ടത്തിൽ ശമൂവേൽ എന്ന് പറയുന്ന കുഞ്ഞിനെ യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് കൊണ്ടുചെന്ന് കിടത്തി. ആമേൻ. ഇപ്പൊ ശമൂവേൽ എവിടെ കിടക്കുന്നത്? യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് ശമൂവേൽ കിടക്കുന്നത്. അതിന് കാരണക്കാരി ആരാ? ഹന്ന എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. അവൾ ആലയത്തിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇവരെ എവിടെ കിടത്തണം? യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് കിടത്തണമെന്ന് പറഞ്ഞ് 3-ാം അധ്യായം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ആമേൻ. ഈ ശമൂവേലിനെ കൊണ്ട് എന്ന് യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് കിടത്തി. മേൻ. ദൈവസനിൽ ഇരുന്നാൽ ദൈവം എന്നോട് നിങ്ങൾ സംസാരിക്കും കേട്ടോ. ശ്രുതി. ദൈവാത്മാവ് പറയുന്നു, ദൈവസനിൽ ഇരുന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് എന്ത് ചെയ്യും? വ്യക്തമായി സംസാരിക്കും. നമുക്കൊരു എന്താ പറയുക, ഒരു കൃത്യമായ ദൈവശബ്ദമില്ലാതെ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റെപ്പ് എന്ത് ചെയ്യരുത്? വെക്കരുത്. പക്ഷെ കൃത്യമായി എന്നോടും നിങ്ങളോടും ഇടപെടാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ശമൂവേല് യഹോവയുടെ പെട്ടകത്തിന്റെ അടുക്കൽ കിടക്കുമ്പോൾ ശമൂവേല് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോ ശമൂവേലിന് ഈ ദൈവശബ്ദം കേട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ഏലി പുരോഹിതന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല? വിളിച്ചില്ല. പിന്നീടും തന്നെ ഓടിച്ചെന്നപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ആമേൻ, ഇനി വിളിച്ചാൽ നീ ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട? വരണ്ട. യഹോവേ എന്നോട് അരുളി ചെയ്യണമേ. അപ്പൊ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. അതൊരു പ്രത്യേക ആളുകളോടല്ല ദൈവം സംസാരിക്കുന്നത്, മറിച്ച് ആര് ദൈവസന്നിധിയിൽ ഇരുന്നാലും അവരോട് ഇടപെടുന്ന ഒരു വലിയ ദൈവം ഇന്ന് പകൽ ഈ ആലയത്തിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് അങ്ങനെയുള്ള ഒരു ആത്മീക തലം എന്ത് ചെയ്യണം? ഓപ്പൺ ആകണം. നിങ്ങളുടെ കുടുംബങ്ങളുടെ അകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അരുളി ചെയ്യുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകണം. എത്ര പേർക്ക് ഇന്ന് പകൽ അങ്ങനെ ഒരു അനുഭവം വേണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കരങ്ങൾ അടിച്ച് നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അപ്പം ശമൂവേൽ ഇപ്പൊ കിടക്കുന്ന എവിടെയാണ്? യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത്. യഹോവയുടെ പെട്ടകത്തിന്റെ അടുത്ത് കിടക്കുന്ന ശമൂവേലിനെ ആര് വിളിച്ചു? ദൈവം വിളിച്ചു.
ദൈവം വിളിച്ച് തുറന്നങ്ങോട്ടൊരു ദൈവീകമായ അനുഭവം ആരുടെ ജീവിതത്തിലേക്ക് പകരുകയാണ്? ശമൂവേലിന്റെ ജീവിതത്തിലേക്ക് പകരുകയാണ്. ആമേൻ. അവിടെ മുതൽ സത്യം പറഞ്ഞാൽ ശമൂവേലിന്റെ ജീവിതം മാറ്റി മറിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു അഭിഷേകവും ദൈവശക്തിയും ദൈവിക അരുളപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവത്തിന് നമ്മളെ നടത്താനായിട്ട് കഴിയും. അതിന് ജോലി ഒരു തടസ്സമാകരുത്, അതിന് കുടുംബ പശ്ചാത്തലങ്ങൾ ഒരു തടസ്സമാകരുത്, ജീവിത സാഹചര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു തടസ്സമാകരുത്. അതിന് പകരം വ്യക്തിപരമായി ദൈവത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിക്കുന്ന ചില അനുഭവങ്ങൾ ആർക്കുണ്ടാകണം? നമുക്കുണ്ടാവണം. ആമേൻ. കേട്ടോ, ഇന്ന് പകൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഇത് ഈ ദൈവിക അരുളപ്പാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പാസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ഈ എൽഡേഴ്സിനോടൊക്കെ മാത്രം ദൈവം സംസാരിക്കുന്നെന്നാ. അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരോടും ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നതിനെ കുറിച്ച് മർക്കോസ് 16:16 എന്ന് പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കേട്ടോ, ഇതിനകത്ത് നിങ്ങൾ ആര് പ്രാർത്ഥിച്ചാലും രോഗികൾ സൗഖ്യം പ്രാപിക്കും. കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവിക വിടുതലുകൾ നടക്കും. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഇന്ന് പകലും സംഭവിക്കും. ആരാല സംഭവിക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇല്ലേ? ആമേൻ. നിങ്ങൾ രോഗികളുടെ മേൽ വെച്ച് കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇല്ലേ? മർക്കോസ് 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാ. അപ്പൊ വിശ്വസിക്കുന്നവരാൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ മേൽ എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പൊ ഇവിടെ യെഹെസ്കേല് ആമേൻ ദൈവസ്ഥലിൽ ഇരുന്നപ്പോൾ യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? യഹോവയുടെ അരുളപ്പാട് ആർക്കുണ്ടായി? യെഹെസ്കേലിനുണ്ടായി. 2, യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. ഇത്രയും കഴിഞ്ഞപ്പോ പിന്നെ ഒരു സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് ആര് കടന്നുപോയി? യെഹെസ്കേല് കടന്നുപോയി. ഇന്ന് പകൽ നോക്കുക, സ്വർഗം തുറന്നപ്പോൾ യെഹെസ്കേലിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ ആര് കടന്നു പോവുകയാണ്? യെഹെസ്കേല് കടന്നു പോകുകയാ. പിന്നീട് ഒരു ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി യെഹെസ്കേലിന്റെ മേൽ വന്നിട്ട് ദിവ്യമായ ചില ദർശനങ്ങളെ കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ആമേൻ, സ്തോത്രം. വലിയ കാഴ്ചപ്പാടുകൾ, വലിയ ദർശനങ്ങൾ, അതിന്റെ അർത്ഥങ്ങളെല്ലാം ആര് വെളിപ്പെടുത്തി കൊടുത്തു? ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ലൂക്കോസ് 3:20-21 അധ്യായം നമ്മൾ വായിച്ചല്ലോ. അവിടെ ആമേൻ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്നവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു സ്നാനമേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. ഇന്ന് പകൽ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലാണ്. സ്വർഗം തുറന്ന ഒത്തിരി പ്രാർത്ഥനകൾ വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം നോക്കുക, യേശു സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. സ്വർഗം തുറന്നത് കൊണ്ട് ഇന്ന് പകൽ അവസാനിക്കുന്നില്ല, ചിലതങ്ങ് സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് പകലും ഇതിന്റെ മുകളിൽ സ്വർഗം ഓപ്പൺ ആകുമ്പോൾ ഇതിന്റെ അകത്തും ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽ അസാധ്യമായ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ആമേൻ. എത്ര പേര് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഞാനിവിടെ നിന്ന് വെറുതെ ശുശ്രൂഷിക്കുകയല്ല. എനിക്കറിയാം സ്വർഗം തുറന്നാൽ ഇതിന്റെ അകത്ത് ആമേൻ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ചില മറുപടികളുമായി ദൈവം ഇറങ്ങി വരും. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹ രൂപത്തിൽ പ്രാവെന്ന പോലെ ആടമേലേക്ക് ഇറങ്ങി വന്നു. യേശുവിൻ്റെ മേലേക്ക് ഇറങ്ങി വന്നു. യേശു ആരായിട്ടാണ് നിൽക്കുന്നത്? മനുഷ്യനായിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്, ദൈവമായിട്ടല്ല അവിടെ നിൽക്കുന്നത്. കേവലം മനുഷ്യനായി, സാധാരണക്കാരനായി, കേവലം മനുഷ്യനായിരിക്കുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ അങ്ങോട്ട് സ്നാനമേറ്റ് അനന്തരം സ്തോത്രം പ്രാർത്ഥിക്കുകയായി യേശു. ആ സമയത്ത് സ്വർഗം തുറന്നു. സ്വർഗം തുറന്ന് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ആരുടെ മേൽ ഇറങ്ങി വന്നു? യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. 2, ഒരു വലിയ ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തുറന്നാൽ
ഇന്ന് പകൽ ചില ദൈവിക അരുളപ്പാടുകൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. സ്വർഗം തുറന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പകൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അനുഭവിക്കാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്വർഗം തുറക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സ്തെഫാനോസ്, അല്ലേ? ആമേൻ. 7-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ആമേൻ. അവിടെ സ്തെഫാനോസിനെ നമ്മൾ കാണുകയാ. ആമേൻ. അടുക്കളയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 7 പേരെ തിരഞ്ഞെടുക്കത്തിൽ ഒരാളായിരുന്നു ആര്? സ്തെഫാനോസ്. പക്ഷെ സ്തെഫാനോസ് അധികകാലം അടുക്കളയിൽ എന്ത് ചെയ്തില്ല? ശുശ്രൂഷ ചെയ്തില്ല. പതുക്കെ സ്തെഫാനോസ് ആമേൻ പൊതുവായിട്ടുള്ളൊരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. ആമേൻ. പക്ഷേ അധികകാലമൊന്നും സ്തെഫാനോസ് ശുശ്രൂഷ എന്ത് ചെയ്തില്ല. യഹൂദന്മാരുടെ ഇടയിൽ അതിശക്തമായ പ്രസംഗമാര് നടത്തി? സ്തെഫാനോസ് നടത്തി. ആമേൻ. 7-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. എന്തു ശക്തമായ പ്രസംഗമാണ് സ്തെഫാനോസ് നടത്തിയത്. സകല പുറപ്പാട് പുസ്തകവും ആമേൻ ആ കാര്യങ്ങളൊക്കെ, ആ വിടുതലുകളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അതിമനോഹരമായ ആമേൻ ഹല്ലേലൂയ ഒരു പ്രസംഗമാര് നടത്തി? സ്തെഫാനോസ് നടത്തി. കിട്ടിയതെന്താ? കൈയടിയാണോ? അല്ല, കല്ലേറാണ്. ആർക്ക് കിട്ടിയത്? സ്തെഫാനോസിന് കിട്ടിയത്. ആ ജനങ്ങൾ സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയത്താണ് സ്വർഗം എന്ത് ചെയ്തത്? തുറന്നത്. നിങ്ങൾ നോക്കൂ, അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പൊ 54-ാമത്തെ വാക്യം നോക്കിക്കേ. 54-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. ഇതെല്ലാം അപ്പൊ ആ ജനങ്ങൾ അവന് വിരോധമായി അവനെ കല്ലെറിയുമ്പോൾ അവൻ മരണത്തിലേക്ക് പോകുമെന്ന് ഒരു ചിന്ത ആടെ അകത്ത് വന്നു. സ്തെഫാനോസിന്റെ അകത്ത് വന്നു. നോക്കിക്കേ. അത് കേട്ടപ്പോൾ അവർ കോപപരവശരായിട്ട് എന്ത് ചെയ്തു? പല്ല് കടിച്ചു. ആ പ്രസംഗം കേട്ടപ്പോൾ, സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ മറ്റുള്ളവർ കോപപരവശരായിട്ട് എന്ത് ചെയ്തു? പല്ല് കടിച്ചു. എന്നാൽ 55-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ആമേൻ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ആമേൻ. നോക്കുക, സ്തെഫാനോസ് ആ സമയത്ത് ഭൂമിയിലേക്കല്ല നോക്കുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവെൻ്റെയും നിങ്ങളുടെയും മേലേക്ക് വന്നാൽ നിങ്ങൾ എങ്ങോട്ട് നോക്കുന്നവരായി മാറും? സ്വർഗത്തിലേക്ക് നോക്കുന്നവരായി മാറും. ഈ ദിവസങ്ങളിൽ നല്ലൊരു ആത്മീക അനുഭവം ഇതിൻ്റെ അകത്തുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് എല്ലാവരോടും ആലോചന പറയുക കേട്ടോ. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇന്ന് പകൽക്കാലം സ്വർഗം തുറന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് എന്തുണ്ടാകും? മാറ്റമുണ്ടാകും. എന്ത് കാണാൻ തുടങ്ങി? ദൈവ മഹത്വം കാണാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചു? സ്തെഫാനോസിന് ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും ആര് കണ്ടു? സ്തെഫാനോസ് കണ്ടു. ഇന്ന് പകൽക്കാലം ആമേൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടയ്ക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്ത് തുറക്കണം? സ്വർഗം തുറക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകണം. സ്വർഗം തുറന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ദിവ്യ ദർശനങ്ങളെ ആര് നിങ്ങൾക്ക് നൽകും? ആമേൻ. ദൈവം നൽകും. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം തുറക്കുന്ന ചില പ്രാർത്ഥനകൾ, ദൈവശബ്ദം കേൾക്കുന്ന പ്രാർത്ഥനകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രാപിക്കുന്ന ചില പ്രാർത്ഥനകൾ ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെയും മേൽ നിന്നുണ്ടായി വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേ. നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അടുത്തുറന്നുള്ള ചില ദിവസങ്ങളിൽ വചനത്തിൽ നിന്നൊക്കെ നമുക്ക് ശുശ്രൂഷിപ്പാനും പഠിക്കുവാനും കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. റീബാന ശന്തന റബൽകമന. കർത്താവെ, ഇന്ന് പകൽ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ. വാ തുറന്ന് എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ആരും മൗനമായിരിക്കുന്നത്. എല്ലാവരും ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിച്ചേ. ആമേ. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ഇന്ന് പകൽ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ആമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് സ്വർഗം തുറന്ന് ആമേ ദിവ്യ ദർശനങ്ങളെ കാണുവാൻ, ആമേ ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രാപിക്കുവാൻ. ഹല്ലേലൂയ.
ഇന്ന് പകൽ എന്നെയും നിങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് വാതുറന്ന് അല്പസമയം ഒന്ന് ആത്മമണ്ഡലത്തിൽ ഒന്ന് ബലം പ്രാപിച്ച് കരങ്ങൾ അടിക്കണമെങ്കിൽ കരങ്ങൾ അടിക്കാം. ആത്മാവിൽ അന്യഭാഷയിൽ അല്പസമയം നമ്മുടെ ദൈവത്തെ ഇന്ന് പകൽ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കേ. ആ വലിയ സാന്നിധ്യം ഇന്ന് പകലിനകത്ത് വ്യാപരിക്കട്ടെ. ഈ പകൽ ആ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ മേലേക്ക് ദൈവത്താൽ പകരപ്പെടട്ടെ. കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ ഒഴുകി ഇറങ്ങുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ആമേൻ. പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോൾ ബഹുപാസ്റ്റർ പ്രാർത്ഥിച്ച് ആമേൻ ദൈവകരങ്ങളിലേക്ക് ആമേൻ ആമേൻ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെന്ന് പകൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധിയുടെ പകലിനും ആരാധനയ്ക്കുമായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന കർത്താവിനെ ആരാധിക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് പകലിൽ കൽപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശക്തിയേറിയ അവിടുത്തെ വചനത്തിൻ്റെ പ്രവൃത്തികൾ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുവാൻ, സ്വർഗീയ ദർശനങ്ങളെ കാണുവാൻ, ആത്മതലങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുങ്ങി വരേണ്ടതിന് ദൈവജനത്തിൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ പകർച്ച ഇന്ന് പകലിൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കണം, അത്ഭുതം ദൈവം ചെയ്യണം, തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ഇത്രത്തോളം കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ താഴ്ത്തട്ടെ. അനുഗ്രഹിച്ചനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥനയുടനായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശീർവാദം പറയുന്നില്ല. നമ്മൾ തുടർന്ന് നമ്മുടെ യൂത്ത് മീറ്റിംഗിലേക്ക് കടന്നു പോവുകയാണ്. ഇന്ന് നമ്മുടെ പല പ്രോഗ്രാമുകളും അവതരിപ്പിക്കുവാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ഏറ്റിട്ടുള്ളവർക്ക് ചിലർക്കൊക്കെ വരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മളത് മാറ്റിവെച്ചാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. തുടർന്ന് ആമേൻ ഉള്ള ശുശ്രൂഷകൾ പ്രിയ ആഷി ലീഡ് ചെയ്യും. അതിനുശേഷം ആമേൻ ചില അനൗൺസ്മെൻറ്റ്സുകളും പ്രാർത്ഥനയോടുകൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ആമേൻ. ഇതും ആരാധനയുടെ ഭാഗം തന്നെയാണ്. സോ എല്ലാം സ്പിരിച്വലായിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് തന്നെയാണ്, ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ തന്നെ വേണം നമ്മൾ ദൈവ സന്നിധിയിൽ ഇരിക്കുവാൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ആശയെ എല്ലാവരും കരങ്ങളടിച്ച് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും യൂത്ത് മീറ്റിങ്ങിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമുക്കെന്തായാലും പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രണവ് നമ്മളെ യൂത്ത് മീറ്റിങ്ങിൻ്റെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥനയിൽ സഹായിക്കേണ്ടതാണ്. Holy, holy, holy Father, thank you, Jesus, thank you, Father. Father, we all come together to pray before you, oh Father. Father, we all give all the youth as well as all the believers here in the church, oh Father. Let this program be a bountiful program, oh Father. Let this program reach your heart, oh Father, reach your glory, oh Father. Let your mercy come upon us, oh Father, so that we all will participate in it and we all will gain something from all the programs, oh Father. Let all these programs be faithful to you, be spiritually made, oh Father. Let it grow, oh Father. Let everyone participate in it every month, oh Father. Let your name be glorified. Let your name be done. Let your will be done. In Jesus' name we pray. നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ഗാനം കേട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കാം.